ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഓർഗാനിക് ഹെന്നാക്കോൺ എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഓർഗാനിക് ഹെന്നാക്കോൺ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഹെന്ന പൗഡർ വേണമെന്നുള്ളതാണ്. ഹെന്ന പൗഡർ തന്നെ പല ക്വാളിറ്റിയിലും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 5 ഫിൽറ്റഡ്, 3 ഫിൽറ്റഡ്, 7 ഫിൽറ്റഡ് ഒക്കെ ആയിട്ടുള്ള ഹെന്ന പൗഡേഴ്സും ഉണ്ട്. നമുക്ക് ഈ ഹെന്നാക്കോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ബോഡി ആർട്ട് ക്വാളിറ്റി ആയിട്ടുള്ള ഹെന്ന പൗഡറാണ്. ഇന്നിപ്പോൾ ഹെന്ന പേസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് 100 ഗ്രാം ഹെന്ന പൗഡർ വെച്ചിട്ടാണ്. ഇത് 5 ഫിൽറ്റേർഡ് ഹെന്ന പൗഡറാണ്. അതുപോലെ അതിലേക്ക് വേണ്ടത് 30 ml എസൻഷ്യൽ ഓയിലാണ്. പിന്നെ അതിലേക്ക് വേണ്ടത് 40 ഗ്രാം പഞ്ചസാരയാണ്, അതായത് 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര. അപ്പോൾ ഹെന്ന പൗഡർ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എടുക്കുന്ന ബൗള് പ്ലാസ്റ്റിക് ബൗളോ അല്ലെങ്കിൽ ഗ്ലാസ് ബൗളോ എടുക്കാൻ തന്നെ ശ്രമിക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എസൻഷ്യൽ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് യൂക്കാലിപ്സിൻ്റെ എസൻഷ്യൽ ഓയിലാണ്. ലാവൻഡർ, ടീ ട്രീ, കജ്പുട്ട് അങ്ങനെ പല വെറൈറ്റീസുള്ള എസൻഷ്യൽ ഓയിൽസും നമുക്ക് ഈ ഹെന്ന പൗഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇനി അതിലേക്ക് കുറേശ്ശെ വെള്ളം ആഡ് ചെയ്ത് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ഒരു 250 ml ഒരു കപ്പും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടിയാണ് എനിക്ക് ആവശ്യമായിട്ട് വന്നത്. വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസമായിട്ട് വരും കേട്ടോ. ഈ പൗഡറിൻ്റെ ഇതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിലും ചെറിയ മാറ്റങ്ങളൊക്കെ വരും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമ്മൾ വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് കൊണ്ടുവരാം. ഇനി ഇതിൽ ചെറിയ ലംസ് ഒക്കെ ഉണ്ടാവും, അതൊന്നും പ്രശ്നമല്ല. ഇനി നമ്മളിത് ഒരു 10 മുതൽ 12 മണിക്കൂർ വരെ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഒരു ക്ലിംഗ് ഫിലിം വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് റാപ്പ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോസസ്സിന് പറയുന്ന പേര് ഡൈ റിലീസിംഗ് എന്നാണ്. അപ്പോൾ ഈ ഡൈ റിലീസിന് വെക്കുന്നത് നല്ലൊരു തണുപ്പ് കുറഞ്ഞ സ്ഥലത്ത് വെക്കുക, വല്ല കബോർഡിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് വെക്കാൻ ശ്രമിക്കുക. പിന്നെ ചൂടുകാലമൊക്കെ ആണെങ്കിൽ നമുക്കിതൊരു 8 മണിക്കൂർ കൊണ്ട് തന്നെ ഡൈ റിലീസ് ചെയ്ത് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ ഒരു 10-12 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി കോൺ റോളിങ് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെല്ലോഫൈൻ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ സ്റ്റേഷനറി കടയിൽ നിന്നൊക്കെ കിട്ടും. നമ്മൾ ഗിഫ്റ്റൊക്കെ റാപ്പ് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു ഷീറ്റ് ഉണ്ടല്ലോ, അതാണിത്. ഇത് 7x6 ഇഞ്ചസ് എന്നുള്ള രൂപത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ വീതി കൂടിയ ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് ഇങ്ങനെ മടക്കി വെച്ചിട്ട് നമ്മുടെ ഈ വിരൽ കൊണ്ട് ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക ഈ ഒരു ടിപ്പിൽ. എന്നിട്ട് ബാക്കി വരുന്ന ഭാഗം ഇങ്ങനെ റോൾ ചെയ്ത് കൊണ്ടുവരാം. മുഴുവനായിട്ട് കുറച്ച് ബാക്കി വെച്ചിട്ട് റോൾ ചെയ്തെടുത്തതിന് ശേഷം ഈ ടിപ്പിൽ ഒരു പിന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിലോട്ട് വിരലിട്ടിട്ട് ഇങ്ങനെ വലിക്കും ചെയ്യണം, അതുപോലെ തന്നെ റോളും ചെയ്യണം. അപ്പോൾ ഈ പിന്ന് ടൈറ്റായി നിൽക്കണ വരെ ആ ഹോൾസ് ടിപ്പ് സൈസാണ് ആ നോക്കുന്നത്, ടൈറ്റ് ആവുന്നത് വരെ നമ്മളിതിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ പിന്നിട്ട് കൊടുക്കണം എന്തിനാന്ന് വെച്ചാൽ ആ ഹോൾസ് ഒരു കറക്റ്റ് സൈസായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ഭാഗത്ത് നമുക്ക് സെല്ലോ ടാപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഒരു 100 ഗ്രാം ഹെന്ന പേസ്റ്റൊക്കെ നമുക്ക് വേണ്ടത് ഒരു 12-13 കോൺസാണ് നമുക്ക് വേണ്ടി വരിക. അപ്പോൾ നമ്മുടെ പേസ്റ്റൊക്കെ നന്നായിട്ട് ഡൈ റിലീസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു 12 മണിക്കൂറിന് ശേഷമാണ് ഞാനിത് എടുത്തത്. നമുക്ക് ഡൈ റിലീസായെന്ന് എങ്ങനെ മനസ്സിലായി വെച്ചാൽ ഇതിൻ്റെ മേലെ വരുന്ന ഭാഗം കുറച്ച് ഡാർക്കായിട്ടുണ്ടാവും. അപ്പോൾ 2 കളറിലായിട്ട് നമുക്ക് ഈ പേസ്റ്റ് കാണാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഡൈ റിലീസായി എന്നാണ്. അപ്പോൾ ഡൈ റിലീസ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ആദ്യം ഉണ്ടായിരുന്ന ചെറിയ ചെറിയ ലംസുകളൊക്കെ നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ടാവും. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഈ പേസ്റ്റ് എല്ലാം കൊള്ളത്തക്ക വിധത്തിലുള്ള ഒരു വലിയൊരു ഗ്ലാസ് വേണം. പിന്നെ പൈപ്പിംഗ് ബാഗ് വേണം. ഈ പൈപ്പിംഗ് ബാഗ് നമുക്ക് ഈ ഗ്ലാസിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ ഇറക്കി വെക്കണം. പിന്നെ നമുക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോക്സ് വേണം. നൈലോണിൻ്റെ ഷോക്സാണ് എടുത്തിട്ടുള്ളത്. ഈ ഷോക്സും അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ ഇറക്കി കൊടുക്കണം. ഇനി നമുക്ക് പേസ്റ്റ് ഈ ഗ്ലാസ്സിലോട്ട് മാറ്റാം. അപ്പോൾ മുഴുവൻ പേസ്റ്റ് ഞാൻ ഇതിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഈ ഷോക്സ് ഇങ്ങനെ പുറത്തേക്ക് എടുക്കണം.
അതുപോലെ തന്നെ ഈ ഒരു പൈപ്പിംഗ് ബാഗും നമുക്കിങ്ങനെ എടുക്കാം. ഇനി ഇതിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ നമ്മളൊന്ന് പിരിച്ച് കൊടുക്കുക കേട്ടോ. ഒന്ന് പിരിച്ച് വെച്ചതിന് ശേഷം ഈ ഷോക്സ് നമുക്ക് വലിച്ച് ഊരിയെടുക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ കുറച്ചൊക്കെ ശക്തി ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കിത് വലിച്ചൂരിയെടുക്കേണ്ടി വരും. അപ്പോൾ നമ്മളുടെ ഈ സോക്സിലുണ്ടായിരുന്ന മുഴുവൻ പേസ്റ്റ് ഇപ്പോൾ പൈപ്പിംഗ് ബാഗിൻ്റെ ഉള്ളിലോട്ട് ആയിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം നമുക്കൊന്ന് ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ടൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പൈപ്പിംഗ് ബാഗിൻ്റെ ഈ ഒരു ടിപ്പ് ഉണ്ടല്ലോ ഇവിടെ ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പാണ് ഫില്ലിങ്. അതായത് കോൺസിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് ഈ പേസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫില്ല് ചെയ്യുമ്പോൾ മുഴുവനായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കരുത്. ഇതിന് മേലെ പിന്നെ നമുക്ക് സീലിംഗ് ഒക്കെ ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് മുഴുവൻ ഫില്ല് ചെയ്യരുത് കേട്ടോ. ഇതിപ്പോൾ സെയിലിനുള്ളതായതുകൊണ്ട് ഞാൻ കറക്റ്റ് മെഷർമെൻ്റ് ഒക്കെ എടുത്തിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. ഇനി ഇതെങ്ങനെ സീൽ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ മേലത്തെ ഭാഗം ഒന്നിങ്ങനെ ഒരു 2 തവണ ഒന്ന് മടക്കി കൊടുക്കാം. മടക്കി വെച്ചതിന് ശേഷം നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഈ പേസ്റ്റ് ഈ ടിപ്പിൽ എത്തുന്നത് വരെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ ഒരു ഹൊറിസോണ്ടലായിട്ട് നമുക്കൊരു പ്ലാസ്റ്റർ ഇട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇവിടെ ഒന്നുകൂടി മടക്കി കൊടുത്തതിന് ശേഷം രണ്ട് സൈഡും ഒന്ന് ഉള്ളോട്ട് മടക്കി കൊടുക്കാം. അപ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്ക് കിട്ടും. പിന്നെ ആ ഭാഗം ഒന്ന് മടക്കി മുന്നോട്ട് മടക്കി വെക്കുക. ഇനി ഇവിടെ ഒന്ന് പ്ലാസ്റ്റർ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ എല്ലാ സൈഡിൽ നിന്നും നമുക്ക് പ്ലാസ്റ്റർ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ ടിപ്പിലൂടെ പേസ്റ്റ് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് നമുക്കൊന്ന് പ്ലാസ്റ്റർ വെച്ചിട്ടൊന്ന് സീൽ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ എണ്ണാക്കോൺ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.